ഡംബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ട ഡംബടം ബണ്ടടണ്ടടം ബണ്ടം ബടം ബണ്ട. ഇന്ന് നമ്മൾ ഒരു യക്ഷിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. യക്ഷി എന്ന് പറഞ്ഞാലോ യക്ഷി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേടിയാവുന്ന സംഭവമാണ്. യക്ഷി എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു സ്ഥലത്ത് ഒരു കള്ളനുണ്ടായിരുന്നു. അവൻ ചെറുപ്രായത്തിലേ കട്ട് നടന്ന് അവൻ വലുതായി അവന് കുട്ടികളും ഭാര്യയും എല്ലാം ആയപ്പോഴും അവൻ്റെ കളവ് അവൻ നിർത്തിയില്ല. അവൻ്റെ ഇങ്ങനെ മോഷ്ടങ്ങളും ദുസ്വഭാവങ്ങളും കാണുന്ന ഒരു ഭക്തയായ മുത്തശ്ശി അവനെ എപ്പോഴും കാണാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവനെ പറയുമായിരുന്നു, മകനെ ഇങ്ങനെയൊന്നും ചെയ്യരുത്, മറ്റുള്ളവരത് മോഷ്ടിക്കരുത്, മറ്റുള്ളവരത് മോഹിക്കരുത് എന്നെല്ലാം മുത്തശ്ശി എപ്പോഴും പറയുമ്പോൾ അവനത് പറയൂ, ഞാൻ പഴയ സാധനങ്ങളല്ലേ എടുക്കുന്നത്, തേങ്ങ മാങ്ങ ചക്ക ഇങ്ങനത്തെ ഒക്കെ അല്ലേ എടുക്കുന്നുള്ളൂ, ആളുകളുടെ വലിയ സമ്പത്തൊന്നും ഞാൻ മോഷ്ടിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴും മുത്തശ്ശി മേലോട്ട് നോക്കിയിട്ട് പറയും, എല്ലാം അറിയുന്നവനെ കാത്തുരക്ഷിക്കൂ, എല്ലാം അറിയുന്നവനെ കാത്തുരക്ഷിക്കൂ. മുത്തശ്ശിയും പല ആപത്തുകളിൽ പെടുമ്പോഴും മുത്തശ്ശി ഇങ്ങനെ പറയുന്നതും മുത്തശ്ശി രക്ഷപ്പെടുന്നതും അവൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. അങ്ങനെ പതിവ് പോണോ അവന് കളവിന് വേണ്ടിയിട്ട് സന്ധ്യ മയങ്ങിയ സമയത്ത് അവൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അവനൊരു വിജനമായ പറമ്പ് കണ്ടു. അവിടെ ഏന്തി നോക്കിയപ്പോൾ ഒരുപാട് തേങ്ങ വീണ് കിടക്കുന്നുണ്ട്, ഒരുപാട് ഫലങ്ങൾ അവിടെ കിടക്കുന്നത് കണ്ടു. കണ്ടത് മാത്രം ഒറ്റയടിക്ക് അവൻ പിന്നെ പറമ്പിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇഷ്ടക്കണക്കിന് തേങ്ങയെല്ലാം അവൻ പെറുക്കി കൂട്ടി കഴിഞ്ഞപ്പോൾ അവന് ക്ഷീണമായപ്പോൾ അവൻ അവിടെ ഒരു തിണ്ടിൽ പോയിട്ടിരുന്നു. ആ തിണ്ടിൻ്റെ മുകളിൽ ഒരു പൊടി പിടിച്ച തിണ്ടായിരുന്നു. ആ തിണ്ടിൻ്റെ പൊടി അവൻ കൈ കൊണ്ട് തുടച്ച് നോക്കിയപ്പോൾ അതൊരു വികൃതമായ, ഞാൻ നേരത്തെ കാണിച്ച പോണത്തെ വികൃതമായൊരു മുഖമായിരുന്നു ആ ചിത്രത്തിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ അവന് പേടിച്ച് പോയി. ആ ചിത്രത്തിൻ്റെ ഭയാനകത കണ്ടപ്പോൾ അവൻ ഇതെന്തൊരു ഫോട്ടോയാണിത്, എന്തൊരു ചിത്രമാണിതെന്ന് അവൻ വിചാരിച്ചത്. തുടച്ച് കഴിഞ്ഞതോടുകൂടി പെട്ടെന്ന് ഭയങ്കരമായ ശബ്ദം വന്നു, ഒരു കാറ്റടിച്ചു. അവൻ ആ കാറ്റിൽ പറന്നുപോയി. പിന്നെ അവൻ ഒരു കളിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അവനെ വായുവിൽ കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ ഹോൾസുണ്ടോ തുളകളുണ്ടോ അവിടെയെല്ലാം ആ കാറ്റു കയറി മൂക്കിലൂടെ വായലൂടെ ചെവിയിലൂടെ എല്ലായിടത്തു കൂടി അവൻ ആ കാറ്റ് കയറി. അവൻ തുണിയായിരുന്നു ഉടുത്തത്. അപ്പോൾ എല്ലായിടത്തു കൂടിയും കാറ്റ് അവന് കയറി. അവൻ ആകെ വിഷമത്തിലായി. താഴെ ഇറങ്ങാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ അവൻ ഉറക്ക കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ മുത്തശ്ശി പറയുന്ന ആ സംഭവം, എല്ലാം അറിയുന്നവനെ കാത്തുരക്ഷിക്കൂ, എല്ലാം അറിയുന്നവനെ കാത്തുരക്ഷിക്കൂ എന്നവൻ ഉരുവിട്ടത് കാരണം അവൻ പെട്ടെന്ന് താഴെ എത്തി. അങ്ങനെ എങ്ങനെയെങ്കിലും വീട്ടിൽ പോവാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവൻ ആ തിണ്ടി തന്നെ കയറി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ മുന്നിലൊരു ഭംഗിയുള്ള ഒരു സ്ത്രീയെ കണ്ടത്. വെളുത്ത് തടിച്ച് തുടുത്ത ഒരു സുന്ദരിയെ കണ്ടു. അവളുടെ വേഷം ഒരു കറുത്ത മുട്ടുകാൽ വരെ വരുന്ന ഒരു കറുത്ത തുണിയും പിന്നെ ശരീരത്തിലൂടെ ഒരു കറുത്ത മുണ്ടും പുതച്ചായിരുന്നു അവൾ വന്നത്. അവളുടെ കയ്യിൽ നല്ല മൂർച്ച ഉള്ള ഒരു അരിവാളുണ്ടായിരുന്നു. ഇവൻ കള്ളനായതുകൊണ്ട് ഇവൻ്റെ കണ്ണ് മുഴുവനും ചെറിയ സാധനത്തിലേക്കാണ് പോവാറ്. ഇവൻ ആ അരിവാൾ കണ്ടപ്പോൾ ഇവൻ വിചാരിച്ചു, ഇന്നത്തെ എൻ്റെ സമ്പത്ത് തേങ്ങയുടെ കൂടെ ഈ അരിവാളും കൂടിയാണ്. അങ്ങനെ അവൻ ആ അരിവാൾ മോഷ്ടിക്കാനും ആ പെണ്ണിൻ്റെ പിന്നാലെ പോയി. ആ പെണ്ണ് മെല്ലെ നടക്കുമ്പോൾ ഇവനും പതുങ്ങി പെണ്ണിൻ്റെ പിന്നാലെ അരിവാളും ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയി. ഇവൻ അറിയുന്നില്ല അത് യക്ഷിയാണ് എന്നുള്ളത്. ഇവൻ പിന്നാലെ നടക്കുന്ന സമയം നോക്കിയിട്ട്, പിന്നാലെ നടന്നു പോകുന്ന സമയം നോക്കിയിട്ട് ആ യക്ഷി ഇവൻ്റെ വലുതായി വരുന്നുണ്ടായിരുന്നു. ആ യക്ഷി കൈയും കാലും എല്ലാം യക്ഷിയുടേത് പിന്നെ വലുതായി വന്നു. അവൾ അരിവാൾ പിടിച്ച കൈയും ഇവൻ പിന്നെ നോക്കുമ്പോൾ ഇവൻ്റെ തലക്ക് മുകളിലേക്കായി വളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇവൻ വിചാരിക്കുന്നു, ഇതെന്ത് പെണ്ണാണിത്, പിന്നെ എനിക്കിനിയിപ്പോൾ അരിവാൾ കിട്ടൂലല്ലോ, അരിവാൾ ഇങ്ങനെ പൊന്തി പോവുകയാണ്. അങ്ങനെ അവൻ പിന്നെ അരിവാൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയപ്പോൾ അതൊരു പനകൾ തോനെയുള്ള പറമ്പായിരുന്നു. ഒരു പനയുടെ അടുത്തെത്തിയപ്പോൾ അവളെ കാണാതായി. അപ്പോൾ ഇവൻ വിചാരിച്ചു ഇവളെവിടെ പോയിന്ന്. പെട്ടെന്ന് അവൾ അരിവാൾ താഴെ കിട്ടവന് സന്തോഷമായി. ആ അരിവാൾ അവളോട് വീണു പോയല്ലോ എന്ന് പറഞ്ഞ് ആ അരിവാൾ ഇവൻ എടുക്കലും മേലോട്ട് നോക്കലും ആയിരുന്നു. അവൻ വല്ലാതെ
ഭയപ്പെട്ടു പോയി. വികൃതമായ ഞാൻ നേരത്തെ പറഞ്ഞ പോണത്ത് ആ വികൃത മുഖം കണ്ട് അവൻ പേടിച്ച് ഉറക്കെ കരഞ്ഞു. അരിവാൾ വേണ്ടാന്ന് വെച്ച് ഓൻ ഓടാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് കളിച്ചിട്ടും ആ അരിവാൾ അവൻ്റെ കൈമേൽ നിന്നും പിടുത്തം വിട്ടില്ല. അവൻ്റെ ഇറച്ചിയിൽ തൂങ്ങി അരിവാൾ നിന്നു. അവൻ 2 കൈയും കൂപ്പി മുകളിലേക്ക് പിന്നെ പറഞ്ഞുകൊണ്ട് അവൻ ഓടി. എല്ലാം അറിയുന്നവനെ രക്ഷിക്കണേ, എല്ലാം അറിയുന്നവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൻ ഓട്ടം പിടിച്ചപ്പോൾ അരിവാൾ അവൻ്റെ കയ്യിൽ നിന്നും ഒഴിഞ്ഞു വീണു. പക്ഷെ അവൻ ഭയാനകമായ ചിരി കേട്ടുകൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞ് ഭയാനകമായ ചിരി അവൻ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ ഓടി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും മക്കളൊക്കെ ഉറങ്ങാൻ കിടന്നിരുന്നു. അവൻ വേഗം ഭാര്യയുടെ കൂടെ കിടന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഭയമാവുന്നടി, നിൻ്റെ ഒരു കൈ ഒന്ന് എൻ്റെ മേലെ വെക്ക്, എനിക്ക് വല്ലാതെ ഭയമാവുന്നു എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു. ഈ ഭാര്യന് പറഞ്ഞിട്ട് ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഭാര്യൻ്റെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് അവൻ കയറി. പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കൈ വെക്ക് എന്ന് പറഞ്ഞ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പിന്നെ പുതപ്പ് മുടി. നിൻ്റെ കൈക്ക് എന്താടി ഒരു പിന്നെ ഭയങ്കരമായ ചൂട് എന്ന് പറഞ്ഞ് അവൻ പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അവൻ പേടിച്ചു പോയി. പുതപ്പിനുള്ളിലുമായി യക്ഷി പല്ലെളിച്ച് കാട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു, നിനക്ക് എൻ്റെ അരിവാൾ വേണമല്ലടാ എന്ന് പറഞ്ഞ് അവൻ ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഭാര്യ ചോദിച്ചു, ഈ മനുഷ്യന് ഭ്രാന്താണോ? ഈ മനുഷ്യൻ എന്തിനാണ് കരയുന്നത്? ഇവിടെ ആരുമില്ലല്ലോ. അങ്ങനെ താഴെ പായ വിരിച്ചുറങ്ങുന്ന കുഞ്ഞുങ്ങളടുത്തേക്ക് അവൻ മാറിക്കിടന്നു. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് കിടക്കട്ടെ, നിങ്ങളെ 2 കൈയും ഒന്ന് എൻ്റെ മേലെ വെക്കണേ, എനിക്ക് എന്താണെന്നല്ല വല്ലാത്ത ഭയപ്പെടൽ. അങ്ങനെ 2 മക്കളെ കൈയും അവൻ അവൻ്റെ മേത്ത് എടുത്തു വെച്ചപ്പോൾ പെട്ടെന്ന് അവൻ അനുഭവപ്പെട്ടു മക്കളെ നഖങ്ങൾക്കൊക്കെ ഭയങ്കര നീളം. മക്കളെ കൈ മുള്ളു തറയ്ക്കുന്ന പോണ അവൻ്റെ മേൽ വല്ലാതെ തറച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ പേടിച്ചു. പിന്നെ പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ 2 പേരും ഹ ഹ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട്, നിനക്ക് ഞങ്ങൾ അരിവാൾ വേണമല്ലേടാ എന്ന് ചോദിച്ചു. പൊട്ടിച്ചിരിച്ചു. അവൻ പുതപ്പിൻ്റെ ഉള്ളിൽ കണ്ട് പേടിച്ചു. രാത്രി പുറത്തു പോയപ്പോഴും അകത്തിരുന്നപ്പോഴും റോട്ടിൽ എല്ലാം ഈ മുഖം കണ്ട് അവൻ ഭയപ്പെട്ട് എങ്ങോട്ടൊന്നില്ലാതെ ഓടി അവൻ പോയി കുറച്ച് കഴിഞ്ഞ സമയത്ത് പിന്നെ മുത്തശ്ശിയുടെ വീടെത്തി. വേഗം അവൻ ആ മുത്തശ്ശീൻ്റെ വീട്ടിലേക്ക് കയറി. അവൻ മുത്തശ്ശി പറയാറുള്ള എല്ലാം അറിയുന്നവനെ കാത്തു രക്ഷിച്ചു കൊള്ളണേ എന്നുള്ള നാമം ഉരുവിട്ട് കൊണ്ട് വന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മകനെ നീ വേഗം എൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറിക്കോളൂ. അപ്പം പുതപ്പിൻ്റെ ഉള്ളിൽ കൊണ്ട് ആയ കാലം തൊട്ടിട്ടേ തിരുമ്പാത്തൊരു പുതപ്പാണത് അതിൻ്റെ മണം കൊണ്ട് അവന് തോന്നി. എങ്കിലും രക്ഷപ്പെടാൻ മുത്തശ്ശിയുടെ മണക്കുന്ന പുതപ്പ് എന്ന് പറഞ്ഞ് അവൻ ആ പുതപ്പിൻ്റെ ഉള്ളിൽ കയറി. 3 ദിവസം അവൻ ആ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നു. മുത്തശ്ശി പറഞ്ഞു, മകനെ നീ ഭയപ്പെടുകയൊന്നും വേണ്ട, യക്ഷിയുടെ ശല്യത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. 3 ദിവസം മുത്തശ്ശിയുടെ ഈ പുതപ്പിൽ നീ നിന്നത് കാരണമാണ്. അതുകൊണ്ട് നീ ഇനി നിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. ഇനി ഒരാളതും പിന്നെ അരിവാളോ പിന്നെ കൊടുവാളോ ഒന്നും ആരതും മോഹിക്കരുതോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അരിവാൾ പോയിട്ട് എനിക്ക് കൊടുവാളും വേണ്ട, അരിവാളും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട മുത്തശ്ശി, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. ഞാൻ ഇനി എൻ്റെ പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് തേങ്ങയും ചക്കയും മാങ്ങയും എല്ലാം കൃഷി ചെയ്ത് ഞാൻ അത് തന്നെ ഭക്ഷിച്ചിട്ട് ജീവിച്ചു കൊള്ളാമെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു. അപ്പം മുത്തശ്ശിക്ക് സന്തോഷമായി. ഭാവിയിൽ അവൻ വലിയൊരു കൃഷിക്കാരനായി. അവൻ്റെ പറമ്പത്ത് തന്നെ സ്വന്തം തിന്നും മറ്റുള്ളവരോട് കക്കാതെയും മോഷ്ടിക്കാതെയും അവൻ നല്ലൊരു കൃഷിക്കാരനായി ഭാവിയിൽ അറിയപ്പെട്ടു. അടുത്ത കഥയുമായി വരുന്നതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.